നമസ്കാരം. ഇസ്രായേൽ ജനതയെ രാജാക്കന്മാരെ പോലെ പ്രവാചകന്മാരും നയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ചില പ്രവാചകന്മാരാണ് ആമോസ്, മീഖ, ഹോശേയ. ഈ പ്രവാചകന്മാർ ദുഷ്ടതയ്ക്കെതിരെ ശക്തമായി സംസാരിച്ചു. BC 740 690 ഇടയിലാണ് ഈ പ്രവാചകന്മാർ ജീവിച്ചിരുന്നത്. ജനം മാനസാന്തരപ്പെടണമെന്നും ഓരോരുത്തൻ മറ്റുള്ളവരോട് മര്യാദയായി പെരുമാറണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ആമോസ് പ്രവാചകനും മീഖ പ്രവാചകനും ഹോശേയ പ്രവാചകനും ജനത്തെ ഓർമ്മപ്പെടുത്തി. അങ്ങനെ ജീവിച്ചില്ലെങ്കിൽ ദൈവം അവരിൽ പ്രസാദിക്കുകയില്ലെന്നും യാഗാർപ്പണങ്ങളെല്ലാം പിന്നെ അർത്ഥമില്ലാത്തതാകുമെന്നും ഈ പ്രവാചകന്മാർ ജനത്തെ ഓർപ്പിച്ചു. ദൈവം തിന്മ വെറുക്കുന്നു. ആമോസ് പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ വളരെ സമൃദ്ധി ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമൃദ്ധിയെല്ലാം സമ്പന്നരിൽ മാത്രമായി ഒതുങ്ങുകയായിരുന്നു. ധനികർ പാവങ്ങളെ പീഡിപ്പിക്കുന്നതും പതിവായി. അതുകൊണ്ട് നീതിക്കു വേണ്ടിയായിരുന്നു ആമോസ് പ്രവാചകൻ വാദിച്ചത്. ദുഷ്ടത പ്രവർത്തിക്കാതെ നന്മ ചെയ്യുവാൻ ശ്രമിക്കുക, എന്നാൽ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ പറയുന്നത് പോലെ സർവശക്തനായ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. തിന്മയെ വെറുത്ത് നന്മയെ സ്നേഹിക്കുക, ആലയത്തിൽ നന്മ പ്രവർത്തിക്കുക. എന്നാൽ ഒരുപക്ഷെ യഹോവ അവശേഷിക്കുന്ന ജനത്തോട് കരുണ കാണിക്കും. യഹോവ പറയുന്നു, ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെല്ലാം വെറുക്കുന്നു. ഞാൻ അവയുടെ നടുവിലില്ല. എനിക്ക് മൃഗയാഗമോ മറ്റ് യാഗങ്ങളോ അർപ്പിക്കരുത്. നിങ്ങളുടെ അർത്ഥശൂന്യമായ ഗാനം നിർത്തുക. നീതി അരുവി പോലെയും നന്മ നദി പോലെയും ഒരിക്കലും വറ്റാതെ ഒഴുകട്ടെ. ഇത് യഹോവയുടെ സന്ദേശം ജനങ്ങളെ ആമോസ് പ്രവാചകൻ അറിയിച്ചു. ദൈവത്തിന് തൻ്റെ ജനത്തോട് എന്നും സ്നേഹമാണുള്ളത്. ദൈവം തൻ്റെ ജനത്തെ എന്നും സ്നേഹിച്ചിരുന്നു. ജനത്തിൻ്റെ നീതികേടിനെതിരെ ശക്തമായി പ്രതികരിച്ച മറ്റൊരു പ്രവാചകനാണ് ഹോശേയ. ദൈവത്തിന് തൻ്റെ ജനത്തോടുള്ള ദയയും സ്നേഹവും ഹോശേയ പ്രവാചകൻ പറഞ്ഞു. യഹോവ പറയുന്നു, ഇസ്രായേൽ ഒരു ശിശുവായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു. എൻ്റെ മകനെപ്പോലെ ഞാൻ അവനെ ഈജിപ്തിൽ നിന്ന് വിളിച്ചു വരുത്തി. എന്നാൽ ഞാൻ അവനെ വിളിക്കുന്തോറും അവൻ എന്നിൽ നിന്നും കൂടുതൽ അകന്നുപോയി. എൻ്റെ ജനം ബാലിന് യാഗം അർപ്പിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ നടക്കാൻ പഠിപ്പിച്ച വിധം ഒക്കെ അവർ മറന്നുകളഞ്ഞു. എൻ്റെ കയ്യിൽ നിന്ന് അവർ വഴുതി മാറി. ഞാൻ സ്നേഹം കൊണ്ടും ഭയം കൊണ്ടും അവരെ എന്നിലേക്ക് അടുപ്പിച്ചു.